നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലെ അരൂർ മുതൽ തുറവൂർ വരെ നമ്മുടെ രണ്ടാമത്തെ ഡ്രോൺ വീഡിയോ ആണ് ചെയ്യുന്നത്. പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് ആണ്. മാക്സിമം ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക, എങ്കിൽ മാത്രമേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. രാവിലെ എടുത്ത വീഡിയോ ആണ്. ഏകദേശം ഒരു 4-4:30 ആയപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങി 7 മണി 7:15 ആയപ്പോഴത്തേക്ക് ഇവിടെ എത്തി. ആ സമയത്ത് എടുത്ത വീഡിയോ ആണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സമയം കൂടുന്തോറും ഇവിടുത്തെ ട്രാഫിക് ബ്ലോക്ക് കൂടും. ആ ഒരു കാരണം കൊണ്ടാണ് രാവിലെ നേരത്തെ എത്തിയത്. കുറച്ച് മഞ്ഞ് കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇച്ചിരി ഡീറ്റെയിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ലെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഫുൾ സ്ക്രീനിൽ കാണാൻ പറഞ്ഞത്. നമ്മൾ അരൂർ കഴിഞ്ഞ് ഒരു 100 മീറ്റർ, ആ ഒരു ബോർഡ് കഴിഞ്ഞ ഭാഗം തൊട്ട് നമ്മൾ മുമ്പോട്ട് വരുന്നിടം തൊട്ട് ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ ഉടൻ തന്നെ, ഏകദേശം ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ ഉടൻ തന്നെ പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്ത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്ക് തോന്നിക്കുന്ന ഈ ഒരു ഭാഗത്ത് ആ ഒരു പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. രണ്ട് സൈഡിലും ഇപ്പം ഒരു ബാരിക്കേഡൊക്കെ വെച്ചതിന് ശേഷം ഇപ്പം ഉള്ളിൽ പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1668.50 കോടി രൂപയ്ക്ക് അശോക ബിൽകോൺ കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മൾ ആലപ്പുഴയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് വരുമ്പം തുറവൂർ ജംഗ്ഷൻ കഴിഞ്ഞ് വരുന്ന ഭാഗത്തായിട്ടായിരുന്നു ആദ്യമേ അവർ ഈ പൈലിങ്ങിൻ്റെ വർക്കുകൾ തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ വടക്കോട്ട് വർക്ക് ചെയ്തുകൊണ്ട് വരികയായിരുന്നു. പൈലിംഗ് വർക്കുകൾ വടക്കോട്ട് വരികയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം അരൂർ ഭാഗത്തോട്ട് വരുമ്പോൾ ഇവിടെ ഇപ്പം പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് പിയറിൻ്റെ ഘട്ടത്തിലോ പൈൽ ക്യാപ്പിൻ്റെ ഘട്ടത്തിലോട്ട് നമുക്ക് പണി എത്തിയിട്ടില്ല ഇതുവരെയായിട്ടും. ഇവിടെ എല്ലാം ഇപ്പം തന്നെ നമുക്ക് കാണാൻ പറ്റും പൈലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പം അരൂർ സിഗ്നലൊക്കെ കഴിഞ്ഞ് നേരെ അരൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ ഒരു കവല ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് ഇടത്തെ സൈഡിലായിട്ട് അരൂർ ദേവീക്ഷേത്രമൊക്കെ ഉള്ളത്. ഈ ഒരു ഭാഗത്ത് പിന്നെ നമുക്കിപ്പം ഇവിടെ കുറച്ച് കമ്പികളൊക്കെ കൊണ്ട് ഇട്ടിരിക്കുന്നത് നമുക്ക് ഇപ്പം കാണാൻ സാധിക്കുന്നുള്ളൂ. അത് കഴിഞ്ഞേച്ച് പിന്നെ ഈ കവല കഴിഞ്ഞേച്ച് പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് തന്നെ ക്രെയിനും പിന്നെ പൈൽ ഡ്രില്ലിംഗ് മെഷീനും ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ അരൂർ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിൻ്റെ ആ ഒരു ഭാഗം കഴിഞ്ഞേച്ച് പിന്നെ കെൽട്രോൺ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചും കൂടെ മുമ്പോട്ട് പോകുന്നിടത്താണ് പിന്നെ ഈ പൈലിംഗ് കഴിഞ്ഞ് പൈൽ ക്യാപ്പിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഭാഗത്ത് ഇപ്പോൾ ഈ 2 ബാരിക്കേഡിനുള്ളിലായിട്ട് തന്നെ കുറച്ച് സ്റ്റീലിൻ്റെ കമ്പിയൊക്കെ കൊണ്ടുവന്നിട്ട് പൈലിംഗ് കഴിഞ്ഞിച്ച് അതിനുള്ളിൽ ഇറക്കുന്ന രീതിയിൽ വൃത്താകൃതിയിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ കുറച്ച് മണ്ണും എനിക്ക് തോന്നിങ്ങനെ പൈലിംഗ് കഴിഞ്ഞ സ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടായിരിക്കും കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. പൈലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നല്ല ചെളി പോലുള്ള മണ്ണാണ് പുറത്തേക്ക് വരുന്നത്. അത് ഇവിടുന്ന് തന്നെ റിമൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കുറേ ടിപ്പറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിനി നേരെ വരുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷൻ വരുന്നത് ചന്ദരൂർ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. വരുമ്പോൾ തന്നെ ദാണ്ട് ഇവിടെ നമ്മൾ പ്രഭ പെട്രോൾ പമ്പൊക്കെ എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ദാണ്ട് പൈലിംഗ് വർക്ക് കഴിഞ്ഞിട്ട് പിയറും കഴിഞ്ഞ് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. നമുക്കിവിടെ ഒരു 2 പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. പിന്നെ നമ്മൾ മുമ്പോട്ട് തന്നെ പൈലിംഗ് കഴിഞ്ഞേച്ച് പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി അത് പൊട്ടിച്ച് ഇപ്പം പൈലിംഗ് കഴിഞ്ഞിരിക്കുന്ന ഭാഗം പൊട്ടിച്ച് കളഞ്ഞിട്ട് പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടമാണ് ഇനി നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഭാഗത്തായിട്ട്. മുമ്പോട്ട് പോകുന്തോറും പിന്നെ പൈൽ ക്യാപ്പും കഴിഞ്ഞേച്ച് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. വലത്തേ സൈഡിൽ കാണുന്നതാണ് പ്രഭ പെട്രോൾ പമ്പ്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ ചന്ദരൂർ ഭാഗത്തേക്കാണ് പോകുന്നത്. പോകുമ്പോൾ തന്നെ ഇവിടെ കൂടുതൽ സ്ഥലങ്ങളിലും പൈലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. പൈലിംഗ് കഴിഞ്ഞ് പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ പിയർ ക്യാപ്പിൻ്റെ ഘട്ടത്തിലോട്ടും എത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. വർക്ക് ഫാസ്റ്റായിട്ട് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അരൂർ സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൻ്റെ അടുത്ത് ഭാഗത്തായിട്ട് സെൻറ്റ് ആൻ്റണീസ് ചർച്ചിൻ്റെ അടുത്തായിട്ട് വരുമ്പോഴാണ് ഒരു ഗാൻട്രി ക്രെയിൻ വെച്ചിരിക്കുന്നത്. അതായത് ഗാൻട്രി ക്രെയിൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ പിയർ ക്യാബിൻ്റെ മുകളിലേക്ക് കെർഡറുകൾ എളുപ്പത്തിൽ എടുത്തു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഗാൻട്രി ക്രെയിൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. 2 പാളങ്ങളിലായിട്ട് ഇത് 2 സൈഡിലുമായിട്ടുള്ള ചെറിയ പാളമുണ്ട്. ഒറ്റ പാളത്തിനകത്താണ് ഇത് മൂവ് ചെയ്യുന്നത്. ഈ ഗാൻട്രി ക്രെയിൻ ഇരിക്കുന്ന ഭാഗത്തൊക്കെ നല്ല പണിയാണുള്ളത്. പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാവുന്നുണ്ട്. പൈലിംഗ് ആയാലും പിയർ ക്യാപ്പിൻ്റെ ആയാലും. ഇപ്പം നമുക്ക് കാണാം ഗാൻട്രി ക്രെയിൻ ഇരിക്കുന്ന ഭാഗത്തായിട്ട് തന്നെ 2 സൈഡിലായിട്ട് തന്നെ ഒരു പിയറിൻ്റെ 2 സൈഡിലായിട്ട് നല്ല സ്റ്റീലിൻ്റെ ഒരു ബാർ 2 സൈഡിലായിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിൻ്റെ മുകളിലേക്കാണ് പിന്നെ ഗർഡറുകൾ സ്ഥാപിക്കുന്നത്. ഞാനിപ്പോൾ ഈ പിയർ ക്യാപ്പിൻ്റെ 2 സൈഡിലായിട്ട് സ്റ്റീലിൻ്റെ ബാർ വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനിത് ആദ്യമായിട്ടാണ് കാണുന്നത്. വേറെ എങ്ങനെ ഞാനിത് കണ്ടിട്ടില്ല. വരും അപ്ഡേറ്റ് നമുക്കിത് കറക്റ്റായിട്ട് ഇങ്ങനെ തന്നെയാണോ വെക്കുന്നത് അല്ലെങ്കിൽ ഇത് റിമൂവ് ആക്കുമോ എന്നുള്ള കാര്യം നമുക്കിനി ഇതിൻ്റെ പണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്കറിയാൻ പറ്റും ഇത് സ്ഥിരമാക്കുമോ അല്ലയോ എന്നുള്ളത്.
നമ്മൾ സെൻറ്റ് ആൻ്റണീസ് ചർച്ചൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 500 മീറ്ററോളം പിന്നെ വലിയ പണിയൊന്നും നമുക്കിപ്പം കാണാൻ പറ്റത്തില്ല. പിന്നെ ചന്ദരൂര് ഭാഗത്തായിട്ടാണ് പണി നടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു ഭാഗത്തെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഭാഗത്തുണ്ടായിരുന്ന ആ സ്ട്രീറ്റ് ലൈറ്റൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ സൈഡിലായിട്ട് വെക്കുന്ന ആ ഒരു സ്റ്റീൽ ബാർ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മളിപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് പണിയൊന്നുമില്ല. പണി ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് ഇനി ബാരിക്കേഡൊക്കെ വെച്ചിട്ട് പണി തുടങ്ങുന്ന സമയത്ത് ഇപ്പം നമുക്കിപ്പം നിലവിലിപ്പോൾ പണിയുള്ള സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സൈഡിലും അവരിപ്പം ബാരിക്കേഡ് വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്കിപ്പം അത്യാവശ്യം അങ്ങോട്ട് പോകുന്നതിനും ഇങ്ങോട്ട് വരുന്നതിനും വീതി കുറവുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗത്ത് അവരിപ്പം ചില സ്ഥലങ്ങളിലൊക്കെ അവർ ഈ മെറ്റിലും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് അവിടെ റോഡ് പോലെ ആക്കിയിട്ടുണ്ട്. അതായത് വണ്ടികൾ തോനെ പോകാൻ വേണ്ടിയിട്ട് തന്നെ. ചില സ്ഥലങ്ങളിൽ അവർ നമ്മൾ തുറവൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്കൊക്കെ ചില ഭാഗത്തൊക്കെ അവർ നല്ല രീതിയിൽ തന്നെ ടാർ ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടെ വീതിക്കായിട്ട് തന്നെ, അധികമില്ല, കുറച്ചും കൂടെ വീതിക്കായിട്ട് തന്നെ ടാർ ചെയ്തിട്ടുണ്ട്. അതേപോലുള്ള പണികളും ചെയ്ത് വരുന്നുണ്ട്. നമ്മൾ അരൂര് സെൻറ്റ് ആൻ്റണീസ് ചർച്ച് കഴിഞ്ഞിട്ട് ഇപ്പം നേരെ ചന്ദരൂര് കുമരത്തമ്പടി ക്ഷേത്രത്തിനടുത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇപ്പം ഇടത്തെ സൈഡിലായിട്ട് കാണുന്നതാണ് ദേവീക്ഷേത്രം. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് പണി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ പറ്റും 2 സൈഡിലുമായിട്ട് ബാരിക്കേഡൊക്കെ വെച്ച് ഉള്ള പണി തുടങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ പൈലിങ് കഴിഞ്ഞ് വെച്ച് അതിനുള്ളിലേക്ക് ഇറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കമ്പിയൊക്കെ വളച്ച് സെറ്റ് ചെയ്തിരിക്കുന്ന പണിയും ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഇവരുടെ 2 ബാരിക്കേഡിനുള്ളിലായിട്ട് ഇപ്പം ഇവരുടെ സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പൈലിങ് വർക്കുകൾ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ ഈ വോൾവോടെയൊക്കെ സർവീസ് സെൻറ്റർ കഴിഞ്ഞ് വെച്ച് പിന്നെ മുമ്പോട്ട് പോകുന്നിടത്താണ് ഇപ്പം പൈലിങ് വർക്കുകൾ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇപ്പം 2 ബാരിക്കേഡിനുള്ളിൽ ഇവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. ചന്ദരൂര് ഭാഗത്ത് നമ്മളിപ്പം ദൃശ്യങ്ങളിൽ കാണുന്ന പോലുള്ള പണികളൊക്കെയാണ് നടക്കുന്നത്. ഇപ്പം ചന്ദരൂര് ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പം ഇവിടെ ഒരു ക്രെയിനും പിന്നെ ഒരു പൈൽ ഡ്രില്ലിംഗ് മെഷീനും ഉണ്ട്. പൈലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാലം കയറുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു 4 പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ചന്ദരൂര് ഭാഗത്തായിട്ട് തന്നെ. നമ്മൾ പാലം എത്തുമ്പോൾ പിന്നെ വലത്തേ സൈഡിലായിട്ടും ഒരു ചെറിയൊരു പാലത്തിൻ്റെ നിർമ്മാണമുണ്ട്. അതിൻ്റെ പൈലിംഗ് വർക്കുകളും ആ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ പാലം ഇനി കയറുന്നതിന് മുമ്പായിട്ട് തന്നെ 4 തന്നെ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരിടത്ത് ഇപ്പം പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണത്തിന് ഘട്ടത്തിലേക്ക് വേണ്ടിയിട്ട് അവിടെ ഇപ്പോൾ കുഴിയെടുത്ത് അത് നമുക്ക് പൊട്ടിച്ചിരിക്കുന്ന കാണാൻ പറ്റും. പിന്നെ 2 തന്നെ പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മൾ പാലത്തിന് കയറുന്നതിന് മുമ്പായിട്ടുള്ള ഈ ചന്ദരൂര് ഭാഗത്തെ അപ്ഡേറ്റ്. പിന്നെ നമ്മൾ പാലം കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ പിയറിൻ്റെ ഘട്ടത്തിലോട്ട് ഉള്ള പണി തുടങ്ങിയിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വർക്ക് നടക്കുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റീച്ചാണ് എടുത്ത് പറയാനുള്ളത്. ആലപ്പുഴ തുറവൂർ മുതൽ അരൂര് വരെയുള്ള റീച്ച് ഏറ്റവും അവസാനമായിട്ടാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ടാണ് പണി തുടങ്ങിയത്. അപ്പം മുഴുവൻ റീച്ചിലും ഒരേപോലെ പണി തീർക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ആലപ്പുഴയിൽ ഇപ്പോൾ ഈ ഒരു ഭാഗത്തെ പണി ഫാസ്റ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ പാലം കയറി ഇറങ്ങി വരുമ്പോഴും ഇവിടെയും ഒരു പൈൽ ഡ്രില്ലിംഗ് മെഷീനുണ്ട്. പൈലിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞേച്ച് നമ്മൾ മുമ്പോട്ട് വരുമ്പം പൈലിങ് കഴിഞ്ഞതിന് ശേഷം പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ 2 പിയറിൻ്റെ ഘട്ടത്തിലോട്ടും അത് കഴിഞ്ഞേച്ച് പിന്നെ മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പിയർ ക്യാപ്പിൻ്റെ ഒരു 3-4 പണി തുടങ്ങിയിട്ടുണ്ട്. പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഒരു 4 നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചന്ദരൂര് പാലം കയറി ഇറങ്ങിയതിന് ശേഷം പിന്നെ നേരെ വരുന്ന അടുത്ത ജംഗ്ഷൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചുപള്ളി ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത്. ഇപ്പോൾ ചന്ദരൂര് പാലം കഴിഞ്ഞതിന് ശേഷം ഏകദേശം ഒരു 14ഓളം പൈലിങ് കഴിഞ്ഞിട്ട് ഒരു 5 പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണഘട്ടം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഭാഗത്തൊക്കെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണഘട്ടവും പിന്നെ പൈലിംഗ് ക്യാപ്പും പിയറിൻ്റെയൊക്കെ നിർമ്മാണമാണ് ഈ 14 ബാക്കിയുള്ള ഭാഗത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മളിപ്പം ഈ കൊച്ചുപള്ളി ജംഗ്ഷൻ ഭാഗത്തായിട്ട് വരുമ്പോൾ ഇവിടെ ഒരു 5 പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പം ഈ ഒരു അപ്ഡേറ്റാണ് പറയാനുള്ളത്. അത്രയും പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. കൊച്ചുപള്ളി ജംഗ്ഷൻ കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ അടുത്ത വരുന്ന പ്രധാനപ്പെട്ട ജംഗ്ഷൻ വരുന്നത് എഴുകുന്ന ജംഗ്ഷനാണ്. പിന്നെ ആ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഇവിടുന്ന് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുമ്പം പിന്നെ ഇവിടെ പൈലിംഗ് വർക്കുകൾ തുടങ്ങിയിട്ടില്ല. പിന്നെ നമ്മുടെ ഈ പിയർ ക്യാപ്പിൻ്റെ സൈഡിൽ വെക്കുന്ന ഇരുമ്പിൻ്റെ ബീം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇപ്പം ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടാണ് പിന്നെ പണി തുടങ്ങിയിരിക്കുന്നത്. ഇവിടുന്ന് പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ 2 സൈഡിലുമായിട്ട് തന്നെ ബാരിക്കേഡ് വെച്ചിട്ട് അതിനുള്ളിൽ പണി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു എൻഡ് ഭാഗത്തായിട്ട് തന്നെയാണ് ഇപ്പോൾ പൈലിംഗ് വർക്ക് തുടങ്ങിയിരിക്കുന്നത്. പൈലിംഗ് കഴിഞ്ഞിട്ട് പിന്നെ അതിനുള്ളിലേക്ക് ഇറക്കുന്ന ആ കമ്പി റൗണ്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ക്രെയിനൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അതുപോലുള്ള പണിയാണ് ഈ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ പൈൽ ഡ്രില്ലിംഗ് മെഷീൻ ഉപയോഗിച്ച് വർക്ക് നടക്കുന്ന ഭാഗത്ത് എപ്പോഴും കൂടെ ഒരു ക്രെയിനോ എപ്പോഴും ഉണ്ടാവും. അതിപ്പം എനിക്ക് തോന്നിക്കുന്നത് ഈ പൈലിങ് കഴിഞ്ഞ ഉടൻ തന്നെ ആ ഒരു ഹോളിലേക്ക് ഈ നമ്മളിപ്പം വളച്ച് വെച്ചിരിക്കുന്ന കമ്പി സെറ്റ് ചെയ്ത് അത് നേരെ അതിലേക്ക് ഇറക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം എപ്പോഴും ഒരു ക്രെയിൻ
ഇതിൻ്റെ കൂടെ കാണുന്നത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഈ പൈൽ ഡ്രില്ലിംഗ് മെഷീൻ്റെ ആ ഒരു ഇതിനകത്ത് കൂടി തന്നെ ഈ കമ്പി കെട്ടി നേരെ താഴോട്ട് ഇറക്കുന്നത് കണ്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ നമുക്കിപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഈ ഒരു പൈലിംഗ് വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ ഒരു ക്രെയിൻ ഇല്ല. ചില സ്ഥലങ്ങളിലൊക്കെ ഈ പൈൽ ഡ്രില്ലിംഗ് മെഷീൻ്റെ കൂടെ എപ്പോഴും ഒരു ക്രെയിൻ ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ എരമല്ലൂർ മസ്ജിദിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇടത്തെ സൈഡിൽ കാണുന്നതാണ് മസ്ജിദ്. ഇപ്പോൾ ഇവിടെ പൈലിംഗ് വർക്കുകളും പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പം പൈലിംഗ് കഴിഞ്ഞ് വെച്ച് പൈൽ ക്യാപ്പിൻ്റെ പണി ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിയറിൻ്റെ കോൺക്രീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പണിയും ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുമ്പോട്ട് വരുമ്പം പിയറിൻ്റെ കോൺക്രീറ്റ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ആ ഒരു പച്ച ഷീറ്റ് വെച്ച് മറച്ചിരിക്കുന്ന ഭാഗത്തായിട്ട് തന്നെ. നമ്മൾ പിന്നെ ഇവിടുന്ന് മുമ്പോട്ട് പോകുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരമല്ലൂർ എഴുപന്ന ഭാഗത്തേക്ക് വരുമ്പോൾ പിന്നെ ഒരു 3 പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണമാണ് തുടങ്ങിയിരിക്കുന്നത്. പിന്നെ ഇവിടെ നമ്മൾ സാധാരണ കാണുന്ന പോലെ തന്നെ 2 സൈഡിലും ബാരിക്കേഡ് വെച്ച് ഇവിടെ പിന്നെ പൈലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. പൈലിംഗ് കഴിഞ്ഞിട്ടാണ്ട് ഇവിടെ പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് ഈ ഒരു ഭാഗത്ത് 2-3 ഇടത്തായിട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ താണ്ട് മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ പിയർ ക്യാപ്പിൻ്റെ പണി ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 1, 2, 3 ഇടത്തായിട്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പൈലിംഗ് കഴിഞ്ഞ ഉടൻ തന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചെളിയൊക്കെയാണ് വരുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടിപ്പറിനകത്ത് തന്നെ കയറ്റി അന്നേരം തന്നെ ഇത് ദൂരെ എവിടെയോ കൊണ്ടുപോയി കളയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പിയറിൻ്റെ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. പൈൽ ക്യാപ്പും പിയറും കൂടെ ഒരുമിച്ചാണ് കോൺക്രീറ്റ് എന്നാണ് തോന്നുന്നത്. ആ ഒരു പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരുമിച്ച് കോൺക്രീറ്റ് കഴിയുന്ന രീതിയിലുള്ള പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കണ്ട പിയർ കഴിഞ്ഞ് പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട്. നമ്മൾ ഏഴുപുന്ന എരമല്ലൂർ സിഗ്നൽ ജംഗ്ഷനൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ മുമ്പോട്ട് പോവുകയാണ്. പിന്നെ ഇവിടെ 2 ബാരിക്കേഡിനുള്ളിലായിട്ട് പിന്നെ ഇവരുടെ പണി സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ 2 സൈഡിലായിട്ട് വലിയ 2 മരങ്ങളുണ്ടായിരുന്നു. അത് മുറിച്ച് മാറ്റി കളഞ്ഞിട്ടുണ്ട്. പിന്നെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ പൈലിംഗ് വർക്കുകൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണാൻ പറ്റും. നമ്മൾ എരമല്ലൂർ സിഗ്നൽ ജംഗ്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഏകദേശം ഒരു 8 അടുത്തായിട്ട് തന്നെ പൈലിംഗ് കഴിഞ്ഞതിന് ശേഷം പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ 1 പിയർ ക്യാപ്പിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ മുന്നോട്ട് വരുന്തോറും പണി നടന്നുകൊണ്ടിരിക്കുകയാണ്, പൈലിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ എനിക്ക് തോന്നിക്കുന്നത് ഇപ്പോൾ ഈ കോൺക്രീറ്റ് കൊണ്ടുവരുന്ന വണ്ടി എനിക്ക് തോന്നിക്കുന്നത് ഇപ്പോൾ പൈലിംഗ് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തായിട്ട് ആ കമ്പി ഇറക്കിയിട്ട് അതിനുള്ളിലേക്ക് കോൺക്രീറ്റ് ഇറക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം ആ ഒരു വണ്ടി ആ ഒരു ഭാഗത്തായിട്ട് കിടക്കുന്നത്. നമ്മളിപ്പോൾ കാണാം ഇവിടെ ഇപ്പം പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 1 പിയർ ക്യാപ്പിൻ്റെ കോൺക്രീറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ 1, 2, 3, 4, 5, 6 അടുത്തായിട്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമ്മൾ ആ ബാരിക്കേഡിൻ്റെ അടുത്തായിട്ട് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്ന ഭാഗത്ത് ഇടത്തെ സൈഡിലും 2 സൈഡിലായിട്ട് തന്നെ ആ പിയർ ക്യാപ്പിൻ്റെ സൈഡിൽ വരുന്ന ആ ഇരുമ്പ് ബീം ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടുന്ന് നമ്മൾ ഒരു കുറച്ച് ദൂരത്തേക്ക് പിന്നെ പണികൾ ഇല്ല. പിന്നെ നമ്മൾ ഈ സെൻറ്റർ ഭാഗത്തായിട്ട് തന്നെ 2 റോഡിൻ്റെയും സെൻറ്റർ ഭാഗത്ത് ഡിവൈഡർ വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഈ പിയർ ക്യാപ്പിൻ്റെ സൈഡിൽ വെക്കുന്ന ഈ ഇരുമ്പ് ബീം ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോഴും ഈ ലോഡ് കൊണ്ടുവന്ന് ഇറക്കുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് 2 സൈഡിലും ഈ റോഡിൻ്റെ സൈഡിലെല്ലാം തന്നെ ഇത് ഇറക്കി വെച്ചിരിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. ഇങ്ങോട്ട് മുമ്പോട്ട് വരുന്തോറും ഈ സാധനങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് ഇറക്കി വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഉടൻ തന്നെ ഇവിടുന്ന് ഇതെടുത്ത് മാറ്റും. കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഈ എരമല്ലൂർ കഴിഞ്ഞേച്ച് വരുന്ന ഭാഗത്തൊക്കെ ഇപ്പോൾ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇത് കൊണ്ടുവന്ന് ആ സൈഡിൽ ഗർഡർ വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ഇത് ഫിറ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് താണ്ട് ഇപ്പം ഈ ഒരു ഇവിടം തൊട്ട് ഏകദേശം കുറച്ച് ദൂരത്തോട്ട് ഈ ഒരു ഭാഗത്ത് പണിയില്ല, പകരം ഈ ഒരു ഭാഗത്ത് ഈ ഒരു സാധനം കൊണ്ടുവന്ന് ഇറക്കി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ എരമല്ലൂർ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഏകദേശം ഒരു 1/2 കിലോമീറ്ററോളം കഴിഞ്ഞാണ് പിന്നെ വർക്ക് നടക്കുന്നത്. അതായത് കുത്തിയത്തോട് ഭാഗത്തേക്ക് വരുമ്പം പണി നടക്കുന്നത്. അതിനിടയ്ക്കാണ് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ഇപ്പം ഈ ഡിവൈഡർ ഭാഗത്ത് പിയർ ക്യാപ്പിൻ്റെ സൈഡിൽ വെക്കുന്ന സാധനങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. നമ്മൾ തുറവൂർ ഭാഗത്ത് ചെയ്യുന്നതിലും എനിക്ക് തോന്നി ഇച്ചിരിയും കൂടെ ലെങ്തിലായിട്ട് നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ കുത്തിയത്തോട് ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള ഭാഗത്താണ് വർക്ക് നടക്കുന്നത്. മറ്റുള്ള സ്ഥലങ്ങളെ അപേക്ഷിച്ച് തുറവൂരും പിന്നെ നമ്മളിപ്പം കുത്തിയത്തോട് ഭാഗത്ത് വർക്ക് നല്ല ഫാസ്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പം നമുക്കിപ്പോൾ മുമ്പോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തും കൂടുതൽ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇവിടെയും നമ്മൾ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഈ പിയർ ക്യാപ്പിൻ്റെ സൈഡിൽ വെക്കുന്ന ഈ ഒരു ഇരുമ്പിൻ്റെ ബീം ഈ ഒരു ഭാഗത്തും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇരുമ്പ് ബീമാണ് എല്ലായിടത്തും കൂടുതലായിട്ട് ഇപ്പം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം
നടക്കുന്ന ഭാഗത്തായിട്ട് തന്നെ കൂടുതൽ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. നമ്മളിപ്പം മുമ്പോട്ട് വരുമ്പോൾ തന്നെ കുത്തിയത്തോട് ഭാഗത്തായിട്ട് വരുമ്പോൾ തന്നെ 25ഓളം ഭാഗത്തായിട്ട് തന്നെ പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതായത് പൈലിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ തന്നെ 7 എണ്ണത്തിൻ്റെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടവും പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗത്തൊക്കെ ഇതേപോലെ തന്നെ പൈലിംഗ് കഴിഞ്ഞ് പൈൽ ക്യാപ്പിൻ്റെയും പിന്നെ പിയറിൻ്റെ ഘട്ടത്തിലോട്ടുമൊക്കെയാണ് ഉള്ള പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നത്. തുറവൂര് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് പിന്നെ പണി നല്ല ആക്റ്റീവായിട്ട് നടക്കുന്നത്, നല്ല വേഗത്തിലായിട്ട് തന്നെയാണ് നടക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെ പൈൽ ക്യാമ്പിൻ്റെയും പിയറിൻ്റെയും കൂടെ കോൺക്രീറ്റ് ഒരുമിച്ച് ചെയ്യുന്ന രീതിയിലായിട്ടാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ഡ്രോൺ വീഡിയോ, അതായത് അരൂർ മുതൽ തുറവൂർ വരെയുള്ള ഡ്രോൺ വീഡിയോ ചെയ്തത് ഏകദേശം ഒരു 6 മാസം മുമ്പാണ് ചെയ്തത്. അപ്പം അതിന് മുമ്പേ ഒരു 4 മാസം മുമ്പേ ഇവിടെ അശോക ബിൽക്കോണിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഒരു വർഷത്തോളം ആവാറായിട്ടുണ്ട് ഇവിടുത്തെ പണി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഡ്രോൺ വീഡിയോ ചെയ്തപ്പം ഉള്ളതിനേക്കാൾ പണി ഇപ്പോൾ കൂടുതലായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ഡ്രോൺ വീഡിയോ ചെയ്തപ്പോഴും കുറച്ച് വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അതായത് തുറവൂർ ഭാഗത്ത് 1-2 ഭാഗത്തായിട്ട് തന്നെ പൈലിംഗ് വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിക്കുന്ന അശോക ബിൽക്കോണിന് ഏകദേശം ഒരു 3 വർഷത്തെ കാലാവധി ആയിരിക്കും നൽകിയിട്ടുള്ളത്. അപ്പം ഇനിയുള്ള ബാക്കിയുള്ള റീച്ചുകളിൽ തിരുവനന്തപുരം, ആലപ്പുഴ, കൊല്ലം റീച്ചുകളിൽ ഇനി ഒരു കൊല്ലവും ചിലപ്പം തുച്ഛമായിട്ടുള്ള മാസങ്ങളുള്ള കാലാവധിയുള്ള കരാറുള്ള കമ്പനിയൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിലായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ വർക്ക് ഫിനിഷ് ആക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കണം കൂടുതൽ ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നത്. എനിക്ക് തോന്നിക്കുന്ന 3 വർഷത്തെ കാലാവധിക്ക് മുമ്പായിട്ട് തന്നെ വർക്ക് ഫിനിഷ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ പൈൽ ഡ്രില്ലിംഗ് മെഷീന്, ക്രെയിന്, എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പം കൂടുതൽ കൊണ്ടുവന്ന് 2 ഷിഫ്റ്റായിട്ട് തന്നെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാത്രിയും പകലും ഉള്ള പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എടപ്പള്ളി മുതൽ അരൂർ വരെയുള്ള 8 വരി എലിവേറ്റഡ് ഹൈവേയുടെ വർക്ക് വരാനുണ്ട്. അതിൻ്റെ ടെൻഡർ ഇൻവിറ്റേഷൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നറിയത്തില്ല. അങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അശോക ബിൽക്കോൺ തന്നെ കരാർ ഏറ്റെടുക്കുന്നത് അത്രയും നല്ലതായിരിക്കും. അത്രയും ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവരുടെ എക്യുപ്മെൻറ്റ്സ് എല്ലാം ഈ ഒരു ഭാഗത്തായിട്ട് തന്നെ ഉണ്ട്. അപ്പം അത്രയും പെട്ടെന്ന് തന്നെ അവർ അവിടെ ടെൻഡർ എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് അവരുടെ സാധനങ്ങളൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നതിന് എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്. അതുമാത്രമല്ല, പണി നല്ല വേഗത്തിലായിട്ട് തന്നെയാണ് അശോക ബിൽക്കോണിൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 10 മാസം മുമ്പുള്ളതിനേക്കാൾ ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്രയും പൈലിംഗ് വർക്കുകൾ ഫിനിഷ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ദാണ്ട് ഇവിടെയും ഈ ഒരു ക്രെയിൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഗാൻട്രി ക്രെയിൻ എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ തുറവൂർ മുതൽ അരൂർ വരെയുള്ളത് നമ്മൾ വണ്ടിക്കകത്തിരുന്ന് ചെയ്തപ്പോൾ ഇതിൻ്റെ പേരെനിക്കറിയാൻ വയ്യാന്ന് പറഞ്ഞപ്പം 1-2 പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഗാൻട്രി ക്രെയിൻ എന്നാണ് ഇതിൻ്റെ പേര്. നമുക്കിപ്പം കിട്ടിയ അറിവ് വെച്ചിട്ട് എടപ്പള്ളി മുതൽ അരൂർ വരെ 8 വരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണമാണ് വരാൻ പോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം നിലവിലിപ്പം അരൂർ മുതൽ തുറവൂർ വരെ 6 വരി എലിവേറ്റഡ് ഹൈവേയുടെ നിർമ്മാണം. ഇതിലേതെങ്കിലും ഒന്ന് 8 വരിയോ അല്ലെങ്കിൽ 6 വരിയോ ആക്കുകയായിരുന്നെങ്കിൽ, രണ്ടും കൂടെ കണക്റ്റ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ 6 വരി അല്ലെങ്കിൽ 8 വരി എലിവേറ്റഡ് ഹൈവേ ആലപ്പുഴയ്ക്കും എറണാകുളം ജില്ലയ്ക്കും സ്വന്തമായി പോയേനെ. പക്ഷേ രണ്ടും രണ്ടായി പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇടപ്പള്ളി മുതൽ ചിലപ്പം അരൂർ വരെ 8 വരി തന്നെ ആയിരിക്കും. ഭയങ്കരമായിട്ടുള്ള ട്രാഫിക്കാണ് ആ ഒരു ഭാഗത്ത്. അതുകൊണ്ട് തന്നെ 8 വരി തന്നെ നിർമ്മിക്കാനായിരിക്കും പദ്ധതിയുള്ളത്. അപ്പോൾ കുത്തിയത്തോട് ഈ കാണുന്ന രീതിയിലുള്ള പണിയേ നടന്നിട്ടുള്ളൂ. ഇനി നമ്മൾ നേരെ വരുന്നത് തുറവൂർ ഭാഗത്തേക്കാണ്. കുത്തിയത്തോട് പണി നടക്കുന്നത് പോലെ തന്നെ ഏറ്റവും ഫാസ്റ്റായിട്ട് തന്നെ വർക്ക്, പിയർ ക്യാപ്പിൻ്റെയൊക്കെ വർക്ക് ഏറ്റവും ഫാസ്റ്റായിട്ട് നടന്നതും തുറവൂർ ഭാഗത്തായിട്ടാണ്. ആദ്യമേ എലിവേറ്റഡ് ഹൈവേയുടെ പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തതും തുറവൂർ ഭാഗത്തായിട്ടാണ്. നമ്മൾ കുത്തിയത്തോട് പാലം കയറി ഇറങ്ങി പിന്നെ നേരെ മുമ്പോട്ട് വരുമ്പം ഇടതുഭാഗത്ത് കാണുന്നതാണ് കുത്തിയത്തോട് ജുമാ മസ്ജിദ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് വരുന്ന ഭാഗത്ത് കുറച്ച് സ്ഥലത്ത് മാത്രമായിട്ട് അവർ ബാരിക്കേഡ് വെച്ചിട്ട് അവിടെ കുറച്ച് പൈലിങ്ങിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഇടതുഭാഗത്തും നമുക്ക് കാണാൻ പറ്റും പൈലിങ്ങിൻ്റെ കുറച്ച് സാധനങ്ങളാണ് ഇവിടെയും കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇവിടെ അടുത്ത പൈലിംഗ് വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുക. ഇവിടുന്ന് പിന്നെ മുമ്പോട്ട് തുറവൂർ ജംഗ്ഷൻ വരെ പണി ആക്റ്റീവാണ്. ഇവിടെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സെൻട്രൽ ഭാഗത്തും കുറേ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ബാരിക്കേഡ് ഷീറ്റാണെന്ന് തോന്നുന്നു കൊണ്ടുവന്ന് ആ ഒരു ഭാഗത്തും ഇറക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് പിന്നെ പൈലിംഗ് വർക്കുകളും മറ്റ് പണികളും ഈ ഒരു ഭാഗം തൊട്ട് തുറവൂർ വരെ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ മുതൽ നമ്മൾ തുറവൂർ വരെ പണി നടക്കുന്ന ഭാഗത്തെ പൈലിങ്ങുകളുടെ എണ്ണം എടുത്തപ്പോൾ 43 എടുത്തായിട്ട് പൈലിങ് ഫിനിഷ് ആയിട്ടുണ്ട്. അതിൽ 21 എണ്ണത്തിൻ്റെ
പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. പൂർത്തിയായതിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ 21 പിയർ ഗ്യാപ്പിനകത്ത് 3 എണ്ണത്തിനകത്ത് മാത്രമേ നമ്മൾ തുറവൂർ ഭാഗത്ത് എത്തുമ്പം ഈ സൈഡിൽ ഈ ഇരുമ്പിൻ്റെ ബീം പിടിപ്പിച്ചിട്ടുള്ളൂ. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് തന്നെ ഒരു 14 ഗർഡറും എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പം ഈ 21 എണ്ണത്തിനകത്ത് ഇനി 18 എണ്ണത്തിനകത്ത് ഇനി ഇതേപോലെ പിടിപ്പിക്കാനുണ്ട്. 3 എണ്ണത്തിനകത്ത് മാത്രമേ പിടിപ്പിച്ചിട്ട് ഗർഡർ വെച്ചിട്ടുള്ളൂ. നമ്മൾ പിന്നെ മുമ്പോട്ട് വരുമ്പം ഈ 43 പൈലിങ് കഴിഞ്ഞതിനകത്ത് കണ്ട് ഈ പിയറിൻ്റെ ഘട്ടത്തിലോട്ടൊക്കെ ഉള്ള പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ചില സ്ഥലങ്ങളിലൊക്കെ പൈലിങ് നടന്നു കഴിഞ്ഞ ഭാഗത്ത് പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണം നടക്കേണ്ട ഭാഗമുണ്ട്. അതുപോലെ തന്നെ പൈലിങ് നടക്കേണ്ട ഭാഗമുണ്ട്. ഇതിനിടയ്ക്കായിട്ട് തന്നെ പൈലിങ് നടക്കേണ്ട ഭാഗങ്ങളും ഉണ്ട്. ഇത്രയും പണിയാണ് ഈ ഒരു ഭാഗത്തായിട്ട്. അതായത് നമ്മളിപ്പോൾ പണി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് തുറവൂര് വരെയുള്ള കണക്കാണ് പറഞ്ഞത്. 43 പൈലിങ്ങിനകത്ത് 21 പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്ക് പിയർ ക്യാപ്പിൻ്റെ കോൺക്രീറ്റ് കിടക്കുന്ന ഭാഗത്തെയൊന്നും ഞാൻ കൂട്ടിയിട്ടില്ല. 21 എണ്ണത്തിൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. 21 എണ്ണത്തിനകത്ത് 18 എണ്ണത്തിൻ്റെ പിയർ ക്യാപ്പിൻ്റെ മുകളിൽ സൈഡിൽ വെക്കുന്ന ഈ ഒരു ഗർഡർ വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ വെക്കുന്ന ഈ ഒരു ഇരുമ്പിൻ്റെ ഒരു സൈഡിൽ വരുന്ന ആ ഒരു ബീം വെക്കാനുണ്ട്. അപ്പോൾ അത് വെക്കേണ്ട താമസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ക്രെയിനുണ്ട്, 2 ക്രെയിൻ. ആ ക്രെയിൻ ഇങ്ങോട്ട് മൂവ് ആവണം. അപ്പോൾ ഇങ്ങോട്ട് മൂവ് ആവണമെങ്കിൽ 2 സൈഡിലും ഓരോ പാളം വേണം. ഇപ്പോൾ ഈ പാളം വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം ഇത്രയും ലെങ്തിലായിട്ട് പാളം വരുമോയെന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നിക്കുന്ന അവർ ഓരോ സ്ഥലത്തെയും ഈ ഗർഡർ വെച്ചതിന് ശേഷം ഒരു പാളം ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് അപ്പുറത്തെ പാളം റിമൂവ് ആക്കി ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ച് അങ്ങനെ ചെയ്യുവാണോ എന്നും എനിക്കറിയത്തില്ല. തിരുവനന്തപുരത്തൊക്കെ നമ്മൾ ചെയ്തപ്പോൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീളത്തിലൊരൊറ്റ പാളമായിരുന്നു. എനിക്ക് തോന്നിക്കുന്ന ഇനി ഓരോ ഏരിയയിലെയും പണി കഴിയുമ്പം ഓരോ പാളം ഇളക്കി അതിൻ്റെ ഫ്രണ്ടിലോട്ട് വെച്ച് വരികയാണോ എന്ന് എനിക്കറിയത്തില്ല. അതെങ്ങനെയാണെന്ന് നമ്മൾ ഇനി കുറച്ച് നാളത്തെ പണിയൊക്കെ കഴിഞ്ഞ ശേഷം നമുക്കറിയാൻ പറ്റും. ഇവിടെയൊക്കെ ഏതാണ്ട് ഇപ്പം ഈ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണത്തിൻ്റെ കോൺക്രീറ്റിന് വേണ്ടിയിട്ടുള്ള ഘട്ടത്തിലോട്ട് എത്തിയതേ ഉള്ളൂ. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. തുറവൂർ ഭാഗത്തായിട്ടാണ് പിന്നെ പണി ആക്റ്റീവായിട്ട് നടക്കുന്നത്. ഇവിടെ ഇപ്പം ഇടതുഭാഗത്തായിട്ട് നമ്മുടെ നിലവിലെ റോഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് അവരിപ്പം മെറ്റിലും മണ്ണും കൂടെ മിക്സ് ചെയ്തിട്ട് ആ ഒരു ഭാഗത്തായിട്ട് ഇടിച്ചുറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പം നിലവിലെ റോഡ് നമ്മളിപ്പോൾ പോകുന്നത് ഇച്ചിരി വീതി കുറവാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ വാഹനങ്ങൾ പോകുന്നതിന് വേണ്ടിയിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ അവർ ഇതേപോലെ കുറച്ചും കൂടെ വീതിയാക്കി എടുത്തിട്ടുണ്ട്. കടയോട് ചേർന്ന് തന്നെയൊക്കെയാണ് ആ ഒരു മെറ്റിലും മണ്ണും കൂടെ മിക്സ് ചെയ്ത സാധനം ഇട്ടിരിക്കുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ വലതുഭാഗത്തൊക്കെ ടാറിങ്ങും പിന്നെ കുറച്ച് വീതിക്ക് തന്നെ മണ്ണൊക്കെ ഇട്ട് ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. വണ്ടിയൊക്കെ അഥവാ അങ്ങാണം ഏതെങ്കിലും ഒരു വണ്ടി ഇപ്പം സ്റ്റക്കായി പോവുകയാണെങ്കിൽ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത്. ബ്ലോക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാക്സിമം അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മളിനി നേരെ തുറവൂർ ജംഗ്ഷൻ ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ജംഗ്ഷൻ ഭാഗത്തായിട്ട് തന്നെ ഒരു 3 പിയർ ക്യാപ്പിൻ്റെ മുകളിലായിട്ട് തന്നെ 7 14 രണ്ടിടത്തായിട്ട് തന്നെ 14ഓളം ഗർഡറുകൾ സ്ഥാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഗർഡറുകൾ എവിടെയാണ് നിർമ്മിക്കുന്നതെന്നുള്ളത് ഞാനൊരു കമൻറ്റിനകത്ത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ചേർത്തല ഭാഗത്ത് എവിടെയിട്ടാണ് ഈ ഗർഡറുകൾ നിർമ്മിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയത്തില്ല. നമ്മൾ ഈ പോകുന്ന വഴിക്കെങ്ങും ഗർഡറുകൾ നിർമ്മിച്ചിട്ടിരിക്കുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ചേർത്തല ഭാഗത്തായിട്ടാണെന്നാണ് ആരോ ഒരാൾ കമൻറ്റിൽ എവിടെയോ ഒരു വീഡിയോയ്ക്കോ അതോ എൻ്റെ വീഡിയോയുടെ കമൻറ്റിനകത്താണോ എന്ന് അറിയത്തില്ല. ചേർത്തല ഭാഗത്തായിട്ടാണ് ഈ ഗർഡറുകൾ ഉണ്ടാക്കുന്നതെന്നാണ് അറിഞ്ഞത്. എങ്കിൽ തന്നെ അത്രയും ദൂരത്തുനിന്ന് ഇവിടെ വരെ കൊണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടുമുണ്ട്. പക്ഷേ റോഡ് നല്ലതായതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ കൊണ്ടുവരാൻ പറ്റും എന്നാണ് കരുതുന്നത്. നമ്മളിപ്പം തുറവൂർ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇപ്പം നമുക്ക് നിലവിൽ കാണാൻ പറ്റും പിയർ ക്യാപ്പിൻ്റെ സൈഡിലായിട്ട് തന്നെ ആ സ്റ്റീലിൻ്റെ ആ ഒരു ബീം വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് തന്നെ 7ഓളം ഗർഡറുകളാണ് വെച്ചിരിക്കുന്നത്. അങ്ങനെ 3 പിയറിൻ്റെ മുകളിലായിട്ട് തന്നെ 14ഓളം ഗർഡറുകൾ വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ക്രെയിനും 2 എണ്ണം ഈ ഒരു ഭാഗത്തായിട്ടുണ്ട്. അപ്പോൾ ഈ ക്രെയിൻ മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും 2 പാളം 2 സൈഡിലായിട്ട് നമുക്കിപ്പം കാണാൻ പറ്റും. ഓരോന്ന് പണി കഴിഞ്ഞ് ഇങ്ങോട്ട് നീങ്ങും തോറും ആ പാളം ബാക്കിൽ നിന്ന് ഇളക്കി ഇനി ഫ്രണ്ടിലോട്ട് വെക്കുകയാണെന്നൊന്നും അറിയത്തില്ല. മണ്ടത്തരം പറഞ്ഞാണെന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞേച്ച് ഇപ്പം നമ്മൾ മുമ്പോട്ട് വരുമ്പോൾ ഒരു പിയറിൻ്റെ നിർമ്മാണം കൂടെ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ പറ്റും. അപ്പോൾ പിയർ ഒറ്റയ്ക്ക് നിൽക്കുന്നത് കാണാൻ പറ്റും ആ ഒരു ഭാഗത്തായിട്ട് തന്നെ. അപ്പോൾ ഇത്രയും പണി തുറവൂർ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് തുറവൂർ മുതൽ അരൂർ അല്ലെങ്കിൽ അരൂർ മുതൽ തുറവൂർ വരെയുള്ള നമ്മുടെ 6 വരി എലിവേറ്റഡ് ഹൈവേയുടെ അപ്ഡേറ്റ്. അപ്പോൾ ഈ പാളം താണ്ടി ഇവിടെ ഈ ജംഗ്ഷൻ്റെ അടുത്ത് വരെയുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.